ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവർ അയ്യപ്പന്റെ സ്വത്ത് കക്കുകയായിരുന്നു, മോട്ടിക്കുകയായിരുന്നു. അതിനവർ അനുഭവിക്കണം, അനുഭവിച്ചേ പോകൂ. അദ്വൈത സിനിമയെ സംഭവിച്ച പോലത്തെ സംഭവങ്ങളാണ് പലപ്പോഴും നടക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോഴത്തെ അന്വേഷണത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വരുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ, അതോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം അന്വേഷണം ഇങ്ങനെയാണോ നടക്കുന്നത്? ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഒന്നും പുറത്തു വരില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ കള്ളന്മാരെ, മോഷണം നടത്തിയവരെ രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് ചെയ്യുന്നത്. അതായത് എന്താണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ സംഭവിച്ചത്? വളരെ സിമ്പിളാണ്. ശബരിമലയിൽ സംഭവിച്ചത് മോഷണമാണ്, കളവാണ്, തെഫ്റ്റാണ്, തിരുട്ടാണ്, അപഹരണമാണ്, ചോരിയാണ്. എന്ത് ഭാഷയെ പറഞ്ഞാലും ശബരിമല അയ്യപ്പന് വേണ്ടി വിജയമല്യ ഭക്തിയോടുകൂടി സമർപ്പിച്ച സ്വർണം പതിച്ച ചെമ്പ് പാളികൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വേറൊരു ചോദ്യത്തിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ പോകരുത്. കാര്യം ആ ചോദ്യങ്ങൾ പറഞ്ഞ് ദേവസ്വം ബോർഡ് ആ ഗ്യാപ്പിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കും. ഓർക്കുക, ഇതിൽ ഏറ്റവും അഭിനന്ദനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി, 2 ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾക്കാണ്. കാരണം ഹൈക്കോടതി എഴുതുമ്പം പോലും ഗോൾഡ് ക്ലാഡഡ് /ഗോൾഡ് പ്ലേറ്റഡ് എന്ന് എഴുതുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്താ അറിയാമോ, ഈ CPM-നെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നവർ എന്ത് പറയുന്നറിയാമോ? ഗോൾഡ് പ്ലേറ്റഡ് ആണോ, ഗോൾഡ് ക്ലാഡഡ് ആണോ, ചെമ്പാണോ, സ്വർണമാണോ, അന്വേഷിക്കണം, സമഗ്ര അന്വേഷണം വേണം. ഒരു സമഗ്ര അന്വേഷണം വേണ്ട, കള്ളത്തരമാണ് നടന്നത്. രാഹുൽ, കോടതി പറഞ്ഞ ഒരു കാര്യം കൂടി, കോടതി അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഈ ഗോൾഡ് ക്ലാഡഡ് പ്ലേറ്റ് അഴിച്ചു മാറ്റി വെച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കോടതിക്ക് ബോധ്യമാണ്, കോടതിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. 2 സെറ്റ് ഉണ്ട് ദ്വാരപാലക കവചം എന്നും പറയുമ്പോൾ കോടതിക്ക് അറിയാം ഒരു സെറ്റ് എവിടെയോ ഉണ്ട്, അത് യഥാർത്ഥത്തിൽ തങ്കം പൊതിഞ്ഞവ തന്നെയാണെന്ന്. അതാണ് കണ്ടെടുക്കേണ്ടത്. തങ്കം പൊതിഞ്ഞതും ആയ ചെമ്പ് പാളികൾ അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് പാളികൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് യഥാർത്ഥത്തിൽ ഇന്ന് ഒറ്റ ചോദ്യമേ അവശേഷിക്കുന്നുള്ളൂ. അത് വിറ്റോ, അത് ആർക്കെങ്കിലും ഇവർ എടുത്തു കൊടുത്ത് അങ്ങനെ വിറ്റോ, ബാക്കി എവിടെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവച്ചോ? എന്തായാലും ഒറ്റ കാര്യം കൂടെ, എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ കള്ളത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് തെളിയുന്നത്? കാര്യം ദേവസ്വം ബോർഡ് വ്യാജരേഖ ഉണ്ടാക്കി. ശ്രീ മഞ്ജുഷ്, ഒരു കാര്യം കൂടെ നോക്കണം. വ്യാജരേഖ ഉണ്ടാക്കി, ചെമ്പെന്ന് എഴുതിയ വ്യാജരേഖ ഉണ്ടാക്കി. ഇതിനെ അൺയൂഷ്വൽ എന്നാണ് ബഹുമാനപ്പെട്ട കോടതി പ്രഥമദൃഷ്ട്യാ വിളിച്ചിരിക്കുന്നത്. ഇത് ക്രിമിനൽ കോൺസ്പിറസിയുടെ തെളിവാണെന്ന് വരും കാലഘട്ടങ്ങളിൽ വരും. അതായത് ദേവസ്വം ബോർഡിലെ ചില ആൾക്കാര് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടുകൂടി ഒത്തുകളിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്ന സാധനം ചെമ്പാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെമ്പെന്ന് എഴുതി വെച്ച് വ്യാജരേഖ ഉണ്ടാക്കി. അപ്പം കളവ് നടന്നു, വ്യാജരേഖകൾ നടന്നു, യഥാർത്ഥത്തിൽ കൊള്ളയടിക്കുകയാണ്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ അടക്കമുള്ള സാധാരണ ഭക്തർ തെരുവിൽ തല്ലുകൊള്ളുകയായിരുന്നു. ഇവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുകയായിരുന്നു. ഇന്ത്യയിലും വിദേശത്തും അടക്കം ശബരിമലയ്ക്ക് വേണ്ടി മഹാപ്രക്ഷോഭങ്ങൾ നടന്നിരുന്ന 2019 അതിനെ എല്ലാം മറയാക്കി ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവർ അയ്യപ്പന്റെ സ്വത്ത് കക്കുകയായിരുന്നു, മോട്ടിക്കുകയായിരുന്നു. പേര് പറയുന്നതിലും ബുദ്ധിമുട്ടില്ല. 2019 ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇവരാണ് പ്രാഥമിക ഉത്തരവാദികൾ. പിന്നെ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും സന്നിധാനത്ത് എത്തിച്ചവർ 2025 സെപ്റ്റംബറിൽ, കഴിഞ്ഞ മാസം 2019 ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർ, തൽക്കാലം ഞാൻ പേര് പറയുന്നില്ല, 2019 ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർക്ക് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവരുടെ എല്ലാം അനുമതിയും അറിവും കൂടി ഇല്ലാതെ ഇത് സംഭവിക്കില്ല. കാര്യം വ്യാജരേഖ വരെ ഉണ്ടാക്കി. ഇനി നമ്മൾ ഹിന്ദുക്കൾ, അയ്യപ്പ വിശ്വാസികൾ, മലയാളികൾ, മനുഷ്യർ അറിയേണ്ടത് പകൽ വെളിച്ചത്തിൽ കൊള്ള നടന്നിരിക്കുന്നു. ഇനി എന്ത് ആക്ഷൻ എടുക്കാൻ പോകണമെന്നുള്ളതാണ്. അത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഒന്നും നടക്കുകയില്ല. ഒരു ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ അന്വേഷണം മാത്രമല്ലേ ആവുകയുള്ളൂ. ദേവസ്വം വിജിലൻസിനെ കൊണ്ട് എന്ത് കണ്ടെത്താനാണ്? ഇതുവരെ ഹൈക്കോടതി പറഞ്ഞ ആ കാര്യം അല്ലല്ല, ഈ സ്ട്രോങ് റൂമിൽ ഉണ്ടോ ഈ പറയുന്ന ആ തങ്കം പൊതിഞ്ഞ സ്വർണ്ണ കവചം, ഇതുവരെ കണ്ടെത്തുവാൻ ദേവസ്വം വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്തുകയില്ല. ഒന്നെങ്കിൽ CBI അന്വേഷണം, അല്ലെങ്കിൽ കോർട്ട് മോണിറ്റേഡ് പ്രോബ്, തേർഡ് പാർട്ടി ഏജൻസിയുടെ പ്രോബ് തീർച്ചയായിട്ടും വേണം. കാര്യം കള്ളത്തരം പകൽ പോലെ വ്യക്തമായി. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് അറിയണം. അദ്ദേഹം അടക്കമുള്ളവർ നിലപാട് പറഞ്ഞിട്ടില്ല. ആ നിലപാട് എന്താണെന്ന് അറിയണം. ആദരണീയരായ NSS SNDP, ഞങ്ങൾക്കെല്ലാം നമ്മുടെ ആദരണീയരായ ഗുരുകാരണ സ്ഥാനത്തുള്ള ആൾക്കാരാണ്. അവരടക്കം നിലപാട് പറയണം. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ അമ്പലം വിഴുങ്ങികൾ നടന്നിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ വിചാരിച്ചു വീഴ്ച എന്തെങ്കിലും ഉണ്ടായതായിരിക്കും, എറർ ഉണ്ടായതായിരിക്കും. ഇത് വീഴ്ചയല്ല, തീവെട്ടിക്കൊള്ള നടന്നിരിക്കുകയാണ്, മോഷണം നടന്നിരിക്കുകയാണ്. അയ്യപ്പന്റെ സ്വത്ത് കട്ടു, അയ്യപ്പന്റെ സ്വത്ത് ദേവസ്വം ബോർഡ് കട്ടു, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചു. അതിനവർ അനുഭവിക്കണം, അനുഭവിച്ചേ പോകൂ. ഈ 1998 മുതൽ 2019 വരെ എന്ന് നമുക്ക് അനുമാനിക്കാം. അതുവരെ ഉണ്ടായിരുന്ന ആ യഥാർത്ഥ കവചമുണ്ടല്ലോ, തനി തങ്കത്തിൽ പൊതിഞ്ഞ ദ്വാരപാലകരുടെ കവചം, അതുമായിട്ടാണോ ഈ പോറ്റി സഞ്ചാരം നടത്തിയത്? അതോ ഈ 2019 പുതിയതായി ചെമ്പുപാളികൾ ഉണ്ടാക്കി അതിൽ ഈ 397 ഗ്രാം പൂശി അതുമായിട്ടാണോ ജയറാമിൻ്റെയൊക്കെ വീട്ടിൽ പോയത്? ഇതിലും ഒരു വ്യക്തത വന്നിട്ടില്ലല്ലോ ഇതുവരെ. യഥാർത്ഥ സ്വർണ്ണ കവചമായിരുന്നോ അതോ രണ്ടാമതുണ്ടാക്കിയ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നോ എന്നുള്ളതിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം, 39 ദിവസം ഇയാളുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു. ആ
സമയത്ത് അത് വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനുള്ള സമയം അത്യാവശ്യത്തിലുണ്ട്. പ്ലസ് ആ സമയത്ത് ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കാണിച്ച് കാശും ഉണ്ടാക്കാം. ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ കാണണം. തമിഴന്മാര് അവരുടെ സംസ്കാരത്തെയും അല്ലെങ്കിൽ നമ്മുടെ തെലുങ്കന്മാര് തിരുപ്പതിയും ഒക്കെ കാണുന്നത് പോലെ, തമിഴന്മാര് ജല്ലിക്കെട്ടിനെ കാണുന്ന പോലെ നമ്മുടെ പൊതു പൈതൃകമാണ്. കോൺഗ്രസും BJP-യും CPM-ഉം പാർട്ടി ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ശക്തമായി നിന്ന് കേരളത്തിൽ ജനിച്ച ദൈവമാണ് അയ്യപ്പൻ. അതായത് നമ്മുടെ നാടിന്റെ സഹ്യാദ്രിയുടെ അടക്കം ദൈവമാണ്. ആ അയ്യപ്പനെ സംരക്ഷിക്കാൻ മതസൗഹാർദ്ദത്തിന്റെ ദൈവമാണ് അയ്യപ്പൻ. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതാണ് അയ്യപ്പൻ. ആ അയ്യപ്പന്റെ തിരുനടയിൽ നിന്ന് മോഷണം പോയിട്ട് ഈ പ്രതികരണം അല്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ശക്തമായ പ്രതികരണം വേണം. എന്തായാലും ഒരു കാര്യത്തെ സംശയമില്ലല്ലോ, അവിടെ നിന്ന് മോഷണം നടന്നു. ഇനി രണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ പറയാൻ കാരണം, ശബരിമലയെ ക്ലീനപ്പ് ചെയ്യുന്നതിൽ വലിയൊരു റോൾ വഹിച്ചത് കമ്മ്യൂണിസ്റ്റുകാരനായ G. സുധാകരൻ സാറാണ്. G. സുധാകരൻ സാറിന്റെ കോൺട്രിബ്യൂഷൻ ഒരു കാരണവശാലും മറക്കാൻ കഴിയില്ല. ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, അയ്യപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി പക്ഷേ G. സുധാകരൻ സാർ ആയിരിക്കും. അദ്ദേഹത്തോട് ഒരുപാട് തവണ വ്യക്തിപരമായി അടികൂടിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ പുള്ളി കറപ്റ്റ് ആണെന്ന് പുള്ളിയുടെ ശത്രുക്കൾ പോലും പറയില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലുള്ള ഒരാൾ, കുമ്മനം ചേട്ടനെ പോലുള്ള ഭക്തൻ, എത്രയോ ദശാബ്ദങ്ങളായി ശബരിമലയ്ക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശബരിമലയിൽ ചില കൊള്ളക്കാരുണ്ടെന്നും ആ കൊള്ളക്കാരെ പിടിക്കണമെന്നും അവരെ അറസ്റ്റ് ചെയ്യണമെന്നും മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. അങ്ങനെ തിരിച്ചറിവിലേക്ക് വന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം, പല ആൾക്കാരും പല കാലത്തും മുതലാക്കാൻ വേണ്ടി നമ്മുടെ അമ്പലങ്ങളെ ഉപയോഗിക്കും. എന്റെ പെറ്റീഷനിലാണ് ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴിൽ വരുന്നത്. കാര്യം അത്രമാത്രം അവിടെ തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്നുണ്ട്. 1248ഓളം വേറെ അമ്പലങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉള്ളതിൽ 1100-ഓളം നിലനിർത്തുന്നത് ശബരിമലയാണ്. നമ്മുടെ കേരളത്തിലേക്ക് ഏകദേശം 10,000 കോടി, 8,000 മുതൽ 10,000 കോടി രൂപ വരെ എക്കണോമി തരുന്ന സ്ഥലങ്ങളിലൊന്നാണ് ശബരിമല. ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഭക്തർ വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നാളെ ഇവിടെ സ്പോൺസർ ചെയ്യാൻ വരുന്ന ഏതെങ്കിലും ഒരു ആന്ധ്രാക്കാരൻ ഈ വാർത്ത കേട്ടാൽ സ്പോൺസർ ചെയ്യൂ? ശബരിമല നമ്മൾ ഈ ശ്രീനിവാസൻ പറയുന്ന പോലെ പാർട്ട് ടൈം ഭക്തരാണ്. നമ്മുടെ ചിന്താശ്രയ ശ്യാമളെ പറയുന്ന പോലെ നമ്മളൊക്കെ അത്യാവശ്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത്. നമ്മൾ മലയാളികളെ മോശമായി പറയില്ല, പക്ഷേ തമിഴന്മാര്, ആന്ധ്രാക്കാര്, തെലുങ്കന്മാര് അവരൊക്കെ ജെനുവിൻ ഭക്തരാണ്. അയ്യപ്പന്റെ തിരുനടയിൽ നീ സാധനം അടിച്ചു മാറ്റി അല്ലെങ്കിൽ തിരിട്ടുണ്ടായി എന്ന് കേട്ടാൽ നാളെ ആരെങ്കിലും ഇവിടെ സ്പോൺസർഷിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളും തരുമോ? അതുകൊണ്ട് ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശക്തമായ നിലപാട് വേണം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തീർച്ചയായും സെക്യൂരിറ്റി കൊടുക്കണം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇല്ലാതാക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാകുന്ന, രക്ഷപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അത് വളരെ സീരിയസ് ആണ്. അതൊരു ചാനൽ ചർച്ചയിൽ ഇരുന്നൊരു പഞ്ച് ഡയലോഗിന് വേണ്ടി പറയുന്നതല്ല. അതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ സീരിയസ് ആയ പ്രൊട്ടക്ഷൻ കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ ഇതിന്റെ പിന്നിൽ നടക്കുന്ന കളികളെല്ലാം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവന്റെ റിസ്ക് വളരെ വലുതാണ്. രണ്ടാമത്തെ പോയിന്റ്, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞ ഒരു കാര്യം 100% സത്യമാണ്. ദേവസ്വം എന്ന സംവിധാനത്തിന്റെ ഘടനാപരമായ പ്രശ്നങ്ങൾ. രണ്ട്, ദേവസ്വം ബോർഡ് ഇരിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്ന അഴിമതികൾ വളരെ വലുതാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കാര്യം എല്ലാവരെയും വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ അറിയാം. ആരൊക്കെയാണ് ഇതിൽ യഥാർത്ഥത്തിൽ മോഷ്ടിച്ചിട്ടുണ്ടാകുക, കമ്മീഷൻ എടുത്തിട്ടുണ്ടാകുക എനിക്കറിയില്ല. ആരുടെയും പേര് പറയുന്നില്ല. പക്ഷേ ഇതിൽ അറസ്റ്റ് ഉണ്ടാകണം, FIR ഉണ്ടാകണമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതിശക്തമായ നടപടികൾ ഉണ്ടാകണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് വിശ്വാസിച്ചാണ് പിന്നെ അവിടെ പോകുന്നത്? അയ്യപ്പന്റെ സ്വത്ത് പോലും എടുക്കുന്ന അതിന്റെ വേദന. ഞാൻ ഈ പല ചർച്ചയിലിരിക്കുമ്പോൾ ആൾക്കാർ അയ്യപ്പൻ അവിടെ ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കും. എനിക്കത് ചോദിക്കാൻ പറ്റാത്തത് മനസ്സിൽ വിഷമമുള്ളതുകൊണ്ടാണ്. കാര്യം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല. അയ്യപ്പനെ വെച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ പോലും ചോദിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകണം. ആളുടെ പേര് പറയുന്നില്ല, പക്ഷേ അവിടെ കട്ടവന്മാർ വെള്ളം കുടിക്കുകയല്ല, കട്ടവന്മാർ ജയിലിൽ തന്നെ പോകണം. അതിന് സ്ട്രോങ് ആയ നടപടി വേണം. അത് ഇടതുപക്ഷ സർക്കാരല്ല, ഏത് സർക്കാർ എന്നാലും അവരുടെ സ്വന്തം ആൾക്കാരെ ജയിലിലിടൂ. അവരുടെ പാർട്ടികൾക്ക് തീരാ കളങ്കമല്ലേ? ഹൈക്കോടതി ഇടപെട്ട് ഒന്നെങ്കിൽ CBI അന്വേഷണം അല്ലെങ്കിൽ ഹൈക്കോടതി മോണിറ്റേർഡ് പ്രോബ്, ആ രീതിയിൽ തേർഡ് പാർട്ടി ഏജൻസി കൊണ്ടുവന്ന് തന്നെ അന്വേഷിക്കണം. ഇതിന്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യണം. കാര്യം അറസ്റ്റ് ചെയ്തില്ലെങ്കിലേ പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ ഈ വിശ്വാസികളൊക്കെ നിലനിൽക്കുന്ന എന്തിനാ? കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തെ എടുത്ത് അമ്മാനമാടി അവിടെ നിന്നൊരു സാധനം മോട്ടിച്ചോണ്ട് പോവാൻ ദേവസ്വം ബോർഡിന് പറ്റുമെങ്കിൽ പിന്നെ എന്ത് വിശ്വാസതയാണ് ഏത് അമ്പലങ്ങൾക്കുള്ളത്? 1250 അമ്പലങ്ങളുണ്ട്. ഈ ശബരിമല സീസൺ കാരണമാണ് നാട്ടിലെ ബാക്കി അമ്പലങ്ങൾ നിലനിൽക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ രാജകൊട്ടാരത്തിൽ കളവ് നടന്നു എന്ന് പണ്ട് പറയുന്ന പോലെ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റോ വീട്ടിൽ കളവ് നടന്നു എന്ന് പറയുന്നത് പോലെ, ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദ്വാരപാലകർ, കണ്ണിൽ കാണാവുന്ന ദ്വാരപാലകരെ മോട്ടിച്ചുകൊണ്ട് പോവുകയാണ്. ഒറ്റ റിക്വസ്റ്റും കൂടെ ഉണ്ട്, നമ്മൾ ഈ തട്ടിപ്പെന്ന വാക്കിനൊപ്പം മോഷണം, കളവ് തുടങ്ങിയ വാക്കുകളും കൂടി ഉപയോഗിക്കണം. മോഷണം തന്നെയാണ്, കളവ് തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന പോലെയുള്ള അന്വേഷണമേ ഉള്ളൂ രാഹുൽ. അതാണ് ഇതിൽ ഒട്ടും ആത്മാർത്ഥത തോന്നാത്തത്. കാരണം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ചെമ്പുപാളികളാണെന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് തന്നെയുണ്ട് ചെമ്പുപാളികൾ എന്ന്. പിന്നെ എവിടെ പോയി ഈ സ്വർണ്ണപ്പാളികൾ തപ്പും? ഈ 5 കിലോയുടെ അത് എത്ര ഭാരമാണെന്ന് പോലും ആർക്കും അറിയില്ല. രാഹുലെ 98-99 കാലഘട്ടത്തിൽ ഈ ദ്വാരപാലകരെ ആവരണം ചെയ്തിരിക്കുന്ന കവചത്തിലെ സ്വർണത്തിന്റെ അളവ് കൃത്യമായിട്ട് ആർക്കും അറിയില്ലെന്നേ.
കറക്റ്റ്. രണ്ട് കാര്യങ്ങളാണ്. ദേവസ്വം വിജിലൻസിന് മൊഴി കിട്ടിയതായി പറയപ്പെടുന്ന ഒരു 800 ഗ്രാമിന്റെ കണക്ക് പറയപ്പെടുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല. സെന്തിൽനാഥൻജി 4.5 കിലോഗ്രാം മുതൽ 5 കിലോഗ്രാം എന്ന് പറയുന്നു. സ്വർണ്ണമല്ല അവിടുത്തെ പ്രശ്നം, അയ്യപ്പന്റെ പ്രോപ്പർട്ടിയാണ്. അതെ. അത് 400 ഗ്രാം ആകട്ടെ, 800 ഗ്രാം ആകട്ടെ, 5 കിലോഗ്രാം ആകട്ടെ, 4.5 കിലോഗ്രാം ആകട്ടെ, സ്വർണ്ണമല്ല, അയ്യപ്പന്റെ പ്രോപ്പർട്ടി അടിച്ചുകൊണ്ട് പോയി. അതിന് കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ടെന്നുള്ളതല്ല പ്രശ്നം. ദൈവത്തിന്റെ, അയ്യപ്പന്റെ കോടിക്കണക്കിന് ആൾക്കാരുടെ വിശ്വാസ കേന്ദ്രത്തിൽ നിന്ന് നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ അവിടുത്തെ ആൾക്കാർ സാധനം അടിച്ചുകൊണ്ട് പോയി. അതിനെ നമുക്ക് തടയാൻ കഴിയണം. അവിടെയാണെങ്കിൽ റജി സാറിനോടുള്ള റിക്വസ്റ്റ് ആണുള്ളത്, പാർട്ടിക്ക് അതീതമായി കമ്മ്യൂണിസ്റ്റ് ആകാം, കോൺഗ്രസ് ആകാം, BJP ആകാം, ബാക്കി എല്ലാവർക്കും കൾപ്പബിലിറ്റി ഇല്ലല്ലോ, ഉത്തരവാദിത്വം ഇല്ലല്ലോ. അവരവരുടെ പാർട്ടികളിൽ അങ്ങനെ കള്ളം ചെയ്യുന്നവരെ തള്ളി പറയാൻ കഴിയണം, അവരെ ജയിലിലേക്ക് വിടാൻ കഴിയണം. ആ രീതി മുമ്പോട്ട് വരണം. സുധാകർ സാറിന് എന്തുകൊണ്ടാണ് എത്ര സ്ട്രോങ് ആയി സംസാരിക്കാൻ കഴിയുന്നത്? കാര്യം പുള്ളി നീറ്റ് ആയിരുന്നു, പുള്ളിയോടെ ക്ലീനപ്പ് ചെയ്യാൻ നിന്നു. ഒരുപക്ഷെ പ്രയാർ സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം കുമ്മനം ചേട്ടന് ഏതെങ്കിലും ഭക്തരുടെ സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ കഴിയുന്ന, അവർക്ക് ഇതിനോട് ആത്മാർത്ഥതയുണ്ട്. അപ്പൊ നമ്മുടെ ഭക്തി വിറ്റ് ചില ആൾക്കാർ കാശുണ്ടാക്കി, നമ്മുടെ വിശ്വാസം വിറ്റ് ചില ആൾക്കാർ കാശുണ്ടാക്കി. അയ്യപ്പനെ വിറ്റു എനിക്ക് പറയാൻ മടിയുണ്ട്, പക്ഷെ അയ്യപ്പന്റെ സാധനങ്ങൾ വിറ്റ് ചില ആൾക്കാർ കാശുണ്ടാക്കി. അത് വളരെ സീരിയസ് ആയ ക്രിമിനൽ ഒഫൻസ് ആണ്. ആചാര നിഷേധമാണ്, വിശ്വാസ ലംഘനമാണ്, അതൊക്കെ സെക്കൻഡറി ആണ്. ക്രിമിനൽ ഒഫൻസ് ഒരു അമ്പലത്തിൽ നടന്നു. പണ്ട് അദ്വൈത സിനിമയില് അദ്വൈത സിനിമയെ കാണിക്കുന്നത് പോലെ, അദ്വൈത സിനിമയിൽ വളരെ മനോഹരമായിട്ട് മോഹൻലാലിന്റെ ക്യാരക്ടറും മറ്റു കാര്യം ഞാൻ പറയുന്നില്ല, ആരുടെയും പേര് പറയുന്നില്ല, പക്ഷേ അദ്വൈത സിനിമയെ സംഭവിച്ച പോലത്തെ സംഭവങ്ങളാണ് പലപ്പോഴും നടക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു.